ഹരിയാനയിൽ 10 വർഷത്തെ ബി.ജെ.പി. ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലേറുമോ അതോ ബി.ജെ.പിക്ക് ഭരണ തുടർച്ച ലഭിക്കുമോ? പ്രീപോൾ സർവേകളെല്ലാം സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂല സാധ്യതയാണ് പ്രവചിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് വിഹിതം കുത്തനെ ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമുണ്ട്. ബി.ജെ.പി. വലിയ തിരിച്ചടിയായിരുന്നു നേരിട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും. അതേസമയം സംസ്ഥാനത്തെ ജാതി സമവാക്യങ്ങളിലാണ് ബി.ജെ.പി. കണ്ണുവെക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിനിടയിലും ജാട്ട് ഇതര വോട്ടുകൾ ഏകീകരിക്കാനായാൽ ഭരണം പിടിക്കാമെന്ന് ബി.ജെ.പി. കരുതുന്നുണ്ട്. സംസ്ഥാനത്ത് 27% ജാട്ട് വിഭാഗക്കാരാണുള്ളത്. 1966 സംസ്ഥാനം രൂപീകൃതമായതു മുതൽ ഹരിയാന ഭരിക്കുന്ന മുഖ്യന്മാരിൽ ഭൂരിഭാഗവും ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേന്ദർ സിംഗ് ഹൂഡയും ജാട്ട് വിഭാഗക്കാരനാണ്. ജാട്ട് സമുദായക്കാർക്ക് അധികാരം ലഭിക്കുന്നതിൽ മറ്റു വിഭാഗക്കാർക്ക് കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് 2014 അധികാരത്തിലേറിയതിനു പിന്നാലെ ജാട്ട് ഇതര സമുദായങ്ങളുടെ പിന്തുണ അരക്കിട്ട് ഉറപ്പിക്കാൻ പഞ്ചാബിക്കാരനായ മനോഹർ ലാൽ ഖട്ടറിനെ ബി.ജെ.പി. മുഖ്യമന്ത്രിയായി നിയോഗിച്ചത്. ഭരണ തുടർച്ച ലഭിച്ചപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യൻ. എന്നാൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിച്ചു. ഇതോടെ മുഖ്യമന്ത്രിയെ മാറ്റി ഒ.ബി.സി. വിഭാഗത്തിൽ നിന്നുള്ള നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഈ മാറ്റം. സൈനി തന്നെയാണ് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഈ മാറ്റം സാധിക്കുമെന്ന് ബി.ജെ.പി. കരുതുന്നുണ്ട്. ജാട്ട് വിഭാഗക്കാരോടുള്ള മറ്റു വിഭാഗങ്ങളുടെ അമർഷവും ഗുണകരമാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ വീണ്ടും മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രിയാകുമെന്ന വിലയിരുത്തൽ നിലവിലുണ്ട്. ജാട്ട് വിഭാഗക്കാരൻ വീണ്ടും അധികാരത്തിലേറുന്നതോടെ സംസ്ഥാനത്ത് സമുദായത്തിന്റെ ഗുണ്ടായിസം വീണ്ടും കാണേണ്ടി വരുമെന്നാണ് ചില ബ്രാഹ്മണ സമുദായാംഗങ്ങളുടെ വിമർശനം. ഈ വികാരം ശക്തമാണെന്നും അതുകൊണ്ട് തന്നെ അവസാന നിമിഷം കാര്യങ്ങൾ ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ജാട്ട് സമുദായത്തിന്റെ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് പോകുമെന്ന് കരുതരുതെന്നാണ് ചില സമുദായാംഗങ്ങൾ പറയുന്നത്. തങ്ങളുടെ കൂട്ടത്തിലും ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ ഉണ്ടെന്നും അവർ എടുത്തു പറയുന്നു. ഇത് തന്നെയാണ് ബി.ജെ.പിയുടെയും പ്രതീക്ഷ. ജാട്ട് വോട്ടുകളിലും ദളിത് വോട്ടുകളിലും ഭിന്നിപ്പുണ്ടാകുമെന്നും ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. സൈനിയിലൂടെ ഒ.ബി.സി. വിഭാഗത്തിന്റെ വോട്ടുകൾ ബി.ജെ.പി. ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജാട്ട് ദളിത് പ്രശ്നങ്ങളെ പരമാവധി മുതലെടുക്കാനും ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട്. അതേസമയം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിനു പിന്നാലെ ഹരിയാന കോൺഗ്രസിൽ അതൃപ്തി പുകഞ്ഞിരുന്നു. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെ പാർട്ടി വിടുമെന്ന ഭീഷണിയുമായി നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഇതേ അവസ്ഥ ബി.ജെ.പിയിലും അലയടിക്കുന്നുണ്ട്. 2014 മുതൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയം തന്നെയാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. മാത്രമല്ല പ്രീപോൾ സർവേകളിൽ പലതും സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണ് പ്രവചിക്കുന്നത്.